ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്കാണ്. ഇൻഹെറിറ്റൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് പഠിച്ച സമയത്ത്. സോ നമുക്ക് പറയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ദാറ്റ് ഈസ് ഇറ്റ്സ് വൺ ഓഫ് ദ UPS കൺസെപ്റ്റ്. ഓക്കെ, വൺ ഓഫ് UPS കൺസെപ്റ്റ്. സോ എന്താണ് ഇൻഹെറിറ്റൻസ്? നമുക്കറിയാം, UPS കൺസെപ്റ്റ് എല്ലാം റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. സോ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് എന്താണ്? ഇൻഹെറിറ്റൻസ് മീൻസ് പാരമ്പര്യം അല്ലേ. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹെറിറ്റഡ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? വി ആർ ഇൻഹെറിറ്റിംഗ് സം ബിഹേവിയേഴ്സ് ഫ്രം അവർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ അത് തന്നെ ഇൻഹെറിറ്റൻസ്, അത് പ്രോഗ്രാമിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദ ഡെഫിനിഷൻ ഓഫ് ഇൻഹെറിറ്റൻസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് വൺ ക്ലാസ് അക്വയർസ് ദ പ്രോപ്പർട്ടീസ് means the data members and functionalities. Functionalities means methods of another class is called inheritance. So what is inheritance? The process by which one class acquires the properties എന്ന് പറഞ്ഞാൽ data members and functionalities എന്ന് പറഞ്ഞാൽ methods of another class is called the inheritance. ഇനി നമുക്ക് രണ്ട് രീതിയിൽ. സോ നെക്സ്റ്റ്, ദ ടേം റിലേറ്റഡ് ടു ഇൻഹെറിറ്റൻസ്. നമ്മൾ പഠിക്കുന്ന ഇൻഹെറിറ്റൻസ് റിലേറ്റ് ചെയ്ത ടേമാണ് സബ് ക്ലാസ്, സൂപ്പർ ക്ലാസ്. സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്ലാസ് ദാറ്റ് എക്സ്റ്റെൻസ് ഫീച്ചർ ഓഫ് അനദർ ക്ലാസ് ഇസ് നോൺ ആസ് ചൈൽഡ് ക്ലാസ് ഓർ ദ സബ് ക്ലാസ് ഓർ ദ ഡിറൈവ്ഡ് ക്ലാസ്. ആക്ച്വലി നമുക്ക് പറയാം, ഇത് നമുക്ക് പറയാം ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ആണെന്ന് പറയാം. ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ഇത് നമുക്ക് പാരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാം ചൈൽഡ് ക്ലാസ്, ഇതിന് നമുക്ക് എന്ത് പറയാം? ചൈൽഡ് ക്ലാസ് എന്നും പറയാം. ഇത് പാരൻറ്റ് ക്ലാസ് എന്നും പറയാം. ഇനി പാരൻറ്റ് ക്ലാസ് ഇസ് ഓൾസോ നോൺ ആസ് സൂപ്പർ ക്ലാസ്. സെയിം ചൈൽഡ് ക്ലാസ് ഇസ് ഓൾസോ നോൺ ആസ് സബ് ക്ലാസ്. അപ്പോൾ ഇവിടെ എന്താണ്? ദ ക്ലാസ് സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ക്ലാസ് ഓർ ചൈൽഡ് ക്ലാസ് ഓർ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദ ക്ലാസ് ദാറ്റ് എക്സ്റ്റെൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് അനദർ ക്ലാസ്. ഈ ക്ലാസ് എന്ത് ചെയ്യുന്നു? ഈ ക്ലാസ്സിൻ്റെ അതായത് ബേസ് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്നു. ഇനി സൂപ്പർ ക്ലാസ് എന്താണ്? ദ ക്ലാസ് ഹൂസ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ആർ യൂസ്ഡ് ഓർ ഇൻഹെറിറ്റഡ് ബൈ അനദർ ക്ലാസ്. അപ്പം സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സാണ് വേറൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയ ടേം മനസ്സിലായല്ലോ. പാരൻറ്റ് ക്ലാസ് ഓർ ദ സൂപ്പർ ക്ലാസ് ഓർ ദ ബേസ് ക്ലാസ്, ദെൻ derived class or the child class or the subclass. Okay, ഇനി the idea behind the inheritance in Java is that we can create new classes that are built upon existing class. അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എക്സിസ്റ്റിംഗ് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട്. അപ്പം ഇവിടെ എക്സിസ്റ്റിംഗ് ക്ലാസ്സിന് അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും കാണും, പ്ലസ് ദ അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻഹെറിറ്റഡ് ബൈ അനദർ ക്ലാസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും കാണും, പ്ലസ് ദാറ്റ് ക്ലാസ് ഈസ് ഇൻഹെറിറ്റിംഗ് ദ ഫീച്ചേഴ്സ് ഫ്രം ദ ബേസ് ക്ലാസ്. അപ്പോൾ ആ ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ആർക്ക് ഇൻഹെറിറ്റ് ചെയ്യാം? എവിടെ അക്വയർ ചെയ്യാം? ഈ ഡിറൈവ്ഡ് ക്ലാസ്സിന് അക്വയർ ചെയ്യാം. ഓക്കെ, so when inheriting from existing class, we can reuse the methods and fields of the parent class. Okay, and you can add new methods and fields in your current class also. Current classൽ നമുക്ക് പുതിയ മെത്തേഡ്സും ഇത് ആഡ് ചെയ്യാം, പ്ലസ് we can inherit the features from its base class or the parent class. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാം ഇൻഹെറിറ്റൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഈസ് എ റിലേഷൻഷിപ്പ് which is also known as parent-child relationship. Okay, example, a car is a vehicle, orange is a fruit, a surgeon is a doctor, a dog is an animal.
അപ്പോൾ നമുക്ക് അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മനസ്സിലാക്കുക. നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റിംഗ് ദി ഫീച്ചേഴ്സ് ഫ്രം പാരൻറ്റ് ക്ലാസ്, ആരോ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നമ്മൾ ജാവ ഇൻഹെറിറ്റൻസ് നമ്മൾ ജാവ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അപ്പം ഇവിടെ മനസ്സിലാക്കുക, 2 ക്ലാസ് ഉണ്ട്, ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. നോർമലി നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാംസിൽ ഓൾറെഡി 2 ക്ലാസ് വരും. ഫസ്റ്റ് ക്ലാസ് ഫോർ ഡിഫൈനിങ് ദ മെത്തേഡ്സ് ആൻഡ് ഇൻസ്റ്റൻസ് വേരിയബിൾ. സെക്കൻഡ് ക്ലാസ് ഇസ് ഡിഫൈനിങ് is meant for the main function അല്ലേ. അപ്പം ഈ ഒരു ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ക്ലാസ് പ്രോഗ്രാമിൽ, ജാവ പ്രോഗ്രാമിൽ മിനിമം എത്ര ക്ലാസ് ഉണ്ടാവും? യെസ്, 3 ക്ലാസ്സസ് ഉണ്ടാവും. First class is meant for the parent class, and second class is meant for the child class, and the third class is meant for the main function. Okay, അപ്പം അതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം എന്തായാലും 2 ക്ലാസ് വേണം. അപ്പോൾ ക്ലാസ്, then parent class name, within ഇത് methods and fields. ഇനി ചൈൽഡ് ക്ലാസ് നെയിം കൊടുക്കുമ്പോഴത്തേക്കും എങ്ങനെ കൊടുക്കുന്നത്? വെറുതെ ക്ലാസ് ചൈൽഡ് ക്ലാസ് നെയിം എന്ന് കൊടുത്താൽ പോരാ, അവിടെ നമ്മളൊരു കീവേഡ് യൂസ് ചെയ്യണം, എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന? ഇൻഹെറിറ്റൻസിൽ. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ഇങ്ങനെ പറയാം, ദ ചൈൽഡ് ക്ലാസ് നെയിം extends parent class name. Means what? Child class name is extending the properties of the parent class name. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിൻടാക്സ് എന്താണ്? പാരൻറ്റ് ക്ലാസ്സിൻ്റെ ജസ്റ്റ് ക്ലാസ് പാരൻറ്റ് ക്ലാസ് നെയിം വിത്തിൻ ബ്രേസസ് നമ്മൾ മെത്തേഡ്സ് ആൻഡ് ഫീൽഡ്സ് കൊടുക്കും. ഇനി ഈ ചൈൽഡ് ക്ലാസ് നെയിം നമ്മൾ എങ്ങനെ കൊടുക്കും? ക്ലാസ് ചൈൽഡ് ക്ലാസ് നെയിം എക്സ്റ്റെൻസ് പാരൻറ്റ് ക്ലാസ് നെയിം, ദെൻ മെത്തേഡ്സ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ജാവ വി യൂസ് ദ എക്സ്റ്റെൻസ് കീവേഡ് ടു ഇൻഹെറിറ്റ് ഫ്രം എ ക്ലാസ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആനിമൽ എന്ന് പറഞ്ഞൊരു ബേസ് ക്ലാസ് ആണ്. ഡോഗ് എന്ന് പറയുന്നത് ഇസ് എ ചൈൽഡ് ക്ലാസ് ആണ്. ഓക്കെ, ഡോഗ് എന്ന് പറഞ്ഞ് ആനിമൽ ഇറ്റ് ഹാസ് എ ഫീച്ചേഴ്സ് എന്താണ്? ഈറ്റ്, സ്ലീപ്പ്. ഡോഗിൻ്റെതായിട്ടുള്ള ഫീച്ചർ എന്താണ്? ബാർക്ക് അല്ലേ. അപ്പം ഡോഗിൻ്റെ മറ്റ് ഫീച്ചേഴ്സാണ് ഈറ്റും സ്ലീപ്പും, പ്ലസ് ഡോഗിൻ്റെ മാത്രമുള്ള ഫീച്ചറാണ് ബാർക്ക്. Okay, അപ്പോൾ dog is a child class or the base class or the subclass inheriting the properties from the base class ആയ animal class, base class or the super class or the parent class. Okay, so here animal is a super class and dog is the subclass. അപ്പോൾ നമുക്കത് പ്രോഗ്രാമിൽ എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, ഫസ്റ്റ് എന്താണ്? ക്ലാസ് പാരൻറ്റ് ക്ലാസ് നെയിം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ആനിമലിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഡിഫൈൻ ചെയ്യണം. അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ് ആനിമൽ പാരൻറ്റ് ക്ലാസ് നെയിം എന്താണ്? ആനിമൽ. സോ ക്ലാസ് ആനിമൽ വിത്തിൻ ബ്രേസസ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഈറ്റും സ്ലീപ്പും മെത്തേഡും. ഇനി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് തന്നെ ഇത് കൊടുത്തിരിക്കുന്നത്. ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ക്ലാസ് ചൈൽഡ് ക്ലാസ് നെയിമിൻ്റെ പേരെന്താണ്? ഡോഗ്. യെസ്, എക്സ്റ്റെൻസ് പാരൻറ്റ് ക്ലാസ് നെയിം എന്താണ്? ആനിമൽ. അതിൻ്റെ അകത്ത് മെത്തേഡ് ബാർക്ക് മെത്തേഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ ജാവ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി മസ്റ്റ് യൂസ് ദ കീവേഡ് എക്സ്റ്റെൻസ് നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ കൂടെയാണ് കൊടുക്കേണ്ടത്? യെസ്, ചൈൽഡ് ക്ലാസ് നെയിമിൻ്റെ കൂടെയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായി? ഇപ്പോൾ 2 ക്ലാസ്സസ് എന്തായാലും വേണം. 1 ഫോർ പാരൻറ്റ് ക്ലാസ് ആൻഡ് അതൊന്ന് ഫോർ ചൈൽഡ് ക്ലാസ്. ചൈൽഡ് ക്ലാസ്സിന് വെറുതെ ക്ലാസ് ചൈൽഡ് ക്ലാസ് നെയിം എന്ന് കൊടുത്താൽ പോരാ. ക്ലാസ് then child class name extends parent class name. കാരണം മനസ്സിലാക്കണം, dog is extending the properties or inheriting the properties from the animal class. Okay, so നമുക്ക് എന്ത് പറയാം? animal is the super class or the parent class or the subclass and the dog is the subclass or the child class or the derived class. Okay, the subclass inherits the fields and methods of the superclass. അപ്പം നമുക്കത് ഒരു ഫിഗറായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോർമലി ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു നമുക്ക് ഈ മെത്തേഡ്സിനെല്ലാം ആക്സസ് ചെയ്യണം. നമ്മൾ നോർമലി എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത്? ക്ലാസ്
ക്ലാസ് ആനിമൽ. ഓക്കെ, ക്ലാസ് ആനിമൽ. അപ്പം അതിൻ്റെ അകത്ത് ഏതൊക്കെ മെത്തേഡ്സ് വരും? ഈറ്റ് വരും, പിന്നെ സ്ലീപ്പ് വരും അല്ലേ. പിന്നെ ഒരു ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ്. ഓക്കെ, എക്സ്റ്റെൻസ് ഏത് ക്ലാസ്സാണ്? ആനിമൽ. ഓക്കെ, ആനിമൽ വിത്തിൻ ബ്രേസ് നമ്മൾ എന്ത് കൊടുക്കും? ബാർക്ക് കൊടുക്കും. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ക്ലാസ്. സോ ക്ലാസ് മെയിൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args അത് കൊടുക്കുക. ദെൻ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? വി നീഡ് ടു ആക്സസ് ദിസ് മെത്തേഡ്സ് ഓർ വി നീഡ് ടു ഇൻവോക്ക് ദീസ് മെത്തേഡ്സ്. ഈ മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ, അത് ഈറ്റും സ്ലീപ്പും ബാർക്കും എല്ലാ മെത്തേഡ്സിനെ എനിക്ക് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ പെർട്ടിക്കുലർ ക്ലാസ്. ഒബ്ജക്റ്റ് ഓഫ് ദ പെർട്ടിക്കുലർ ക്ലാസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ചൈൽഡ് ക്ലാസ് ഏതാണ്? അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ആനിമൽ ക്ലാസ് ഒബ്ജക്റ്റ് ആണോ അല്ല ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കത് എക്സാമ്പിൾ വഴി നമുക്ക് പഠിക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എങ്ങനെയാണ് നമ്മൾ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ബേസ് ക്ലാസ്, ഒബ്ജക്റ്റ് ഓഫ് ദ ചൈൽഡ് ക്ലാസ്. ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ചൈൽഡ് ക്ലാസ് ഏതാണ്? ഡോഗ്. അപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാ മെത്തേഡ്സും പാരൻറ്റ് ക്ലാസ്സിൻ്റെയും ചൈൽഡ് ക്ലാസ്സിൻ്റെയും മെത്തേഡ്സ് ഇൻവോക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്കൊരു ഇലിസ്ട്രേഷൻ, നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇൻഹെറിറ്റൻസ് ഇസ് എ ഫീച്ചർ ബൈ വിച്ച് acquiring the properties from another class is known as the inheritance. അത് നമ്മൾ 2 ക്ലാസ്സുകൾ കുറിച്ച് പഠിക്കും. സബ് ക്ലാസ്, സൂപ്പർ ക്ലാസ്. സബ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ക്ലാസ് ഓർ ദ ഡിറൈവ്ഡ് ക്ലാസ്. സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റ് ക്ലാസ് ഓർ ദ ബേസ് ക്ലാസ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ബേസ് ക്ലാസ്, ഒരു ചൈൽഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മെത്തേഡ്സും ഫീൽഡ്സും കാണും, പ്ലസ് ഇൻഹെറിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഫ്രം ദ ബേസ് ക്ലാസ് ഓർ ദ പാരൻറ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചു. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്, പാരൻറ്റ് ക്ലാസ്സിനെ വിത്തിൻ ദാറ്റ് മെത്തേഡ്സ് ആൻഡ് ഫീൽഡ്സ്. പിന്നെ ചൈൽഡ് ക്ലാസ് നെയിം നമ്മൾ എങ്ങനെ കൊടുക്കും? ക്ലാസ്, ചൈൽഡ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, പാരൻറ്റ് ക്ലാസ് നെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.